അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് ഓണം ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. അപ്പം നമുക്ക് നേരെ ലുക്കിലേക്ക് പോകാം. എങ്ങനെയാണ് അങ്ങനെ ആയതെന്നാണ്. ഫസ്റ്റ് സൺസ്ക്രീം ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. സൺസ്ക്രീം ഞാനിത് ഡോക്ടറെ കാണിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞെക്കിപ്പിന് ആത്മാവ് വരെ പുറത്തെടുക്കുന്നുണ്ട് ഗൈസ്. തീരാറായിട്ടുണ്ട്, പുതിയത് വാങ്ങിക്കണം. അപ്പം മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം അത് കളയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കണം. അപ്പം ഞാൻ എടുത്തിട്ട് നന്നായിട്ട് മുഖത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ ഇതൊരു ഓയിലി ടൈപ്പാണ് വരുന്നത്. ജെല്ലാണ് സൺസ്ക്രീം എങ്കിലും എൻ്റെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ ഓയിലി പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് അത് എന്താ പറയുക ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പ്രൈമറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ പ്രൈമർ ഉപയോഗിക്കാറുള്ളൂ. ഇത് അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. മേ ബി ഒരു 3-4 തവണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ അതും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രൈമറിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണങ്ങി ഇരുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി BB ക്രീമും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. BB ക്രീമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ AC റൂമിലേക്ക് ഇടുകയാണെങ്കിൽ നല്ല ഗ്ലോ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ വെയിലത്തൊക്കെ ഇറങ്ങുന്നതായതുകൊണ്ട് കരിഞ്ഞിരിക്കും ഗൈസ്. എന്നാലും ഞാൻ വാരി പൊത്തിയിട്ടുണ്ട്. ഈ ബേബി ക്രീം ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പുട്ടിയടിച്ചൊരു ഫീലാണ്. അങ്ങനെ അതും വാരി പൊത്തിയിട്ടുണ്ട്. ഇതെന്താണെന്നറിയില്ല, മുഖത്തിട്ടിട്ട് അങ്ങോട്ട് പോകുന്നില്ല ഗൈസ്. നല്ല സാധനമാണോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് മേക്കപ്പിനെ കുറിച്ച് ABCD അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഫോണിൽ നോക്കിയിട്ടായിരുന്നു ഇതൊക്കെ ഇട്ടത്. എന്നാൽ കണ്ണാടി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. കുറേ തുണിയെടുത്ത് മായ്ച്ചും കളയണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അത് നമ്മളൊരു ഇതാണ്. പിന്നെ പേരിന് കുറച്ച് പൗഡർ എടുക്കുന്നുണ്ട്. അത് നല്ലോണം കയ്യിലാക്കി ടാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുക്കുന്നുണ്ട്. ആഹാ, എന്താണിത്, മറ്റേ അക്വ പെയിന്റ് അടിച്ച പോലെ ഉണ്ടല്ലേ ഗൈസ്. അത് അങ്ങനെയാണ്. കുറേ കഴിഞ്ഞാൽ അത് മാഞ്ഞു പോയിക്കോളും, അല്ലെങ്കിൽ മായിച്ചോളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി നമ്മളെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മൂർച്ച കൂട്ടണം ഗൈസ്. ഫസ്റ്റ് അതാണ് വേണ്ടത്. അങ്ങനെ എനിക്ക് പുരികം വരഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇത് കിട്ടില്ല. നിങ്ങളെ ഡിഫറൻസ് മനസ്സിലാക്കൂ ഗൈസ്. അതാണ് എനിക്ക് ഒറിജിനലായിട്ട് പിരിയത്തിന് കട്ടിയൊന്നുമില്ല. എന്നാലും എനിക്ക് എൻ്റെ പിരിയം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മേലെ കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോഴത്തേനും നല്ല വൃത്തിയാവും. എന്നിട്ട് നമ്മൾ മെയിനായിട്ട് വേണ്ടത് എന്ന് വെച്ചാൽ ഒരു തുണി എടുക്കുക, അതൊന്ന് മായ്ച്ച് കളയുക. എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മായ്ച്ചിട്ടില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ഗൈസ്. ഇത് മീശ മധവിലെ നമ്മളെ ജഗതി ചേട്ടൻ്റെ പിരികം പോലെ ആയിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോ ആണ് ഇപ്പോൾ കണ്ടത്. അടുത്തതായിട്ട് നമ്മൾ സിന്ദൂരമൊക്കെ എപ്പോഴും എനിക്ക് ഏട്ടന് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ സിന്ദൂരങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 ഐലൈനർ, ഒന്ന് ഡാസലിൻ്റെ ഒന്ന് സാധായും. ആ സാധാ ഐലൈനറാണ് പണ്ട് നമ്മൾ ഐലൈനർ ഇട്ട് തുടങ്ങുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു വലത് കാല് വെച്ച് തുടങ്ങുമ്പോൾ ഉപയോഗിച്ചത്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് പനിനീരിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും ഗൈസ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളറും ഉണ്ടാവും. പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് കരഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ആയാലും അതങ്ങോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് എന്തിനാണ് കരയുന്നത്? അഥവാ കണ്ണിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പോകും. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ കൺമഷിയാണ്. എല്ലാത്തിൻ്റെ ആത്മാവ് അറ്റിട്ടുണ്ട് ഗൈസ്. എല്ലാം പുതുതായിട്ട് വാങ്ങണം. അങ്ങനെ ഇതാ കൺമഷിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് കണ്ണ് എഴുതുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. കണ്ണ് എഴുതാണ്ട് എനിക്കൊരു ജീവിതമില്ല. കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് എടുത്തു കൊണ്ടുവന്ന പോലെ ഉണ്ടാവും ഗൈസ്. അങ്ങനെ ഇതാ കൺപീലിക്കൊക്കെ കുറച്ച് വാരിപ്പൊത്തുന്നുണ്ട്. കണ്ണാണ് എൻ്റെ മെയിൻ. നിങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ കണ്ണിന് എനിക്ക് കുറച്ച് ഇത് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ താഴെയും മേലെയും കൺപീലിക്കൊക്കെ കുറച്ച് കറുപ്പാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ണിൻ്റെ ഒരു മാക്സിമം പരിപാടി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുന്നത്. മേക്കപ്പ് അല്ല, പുട്ടിയിടുന്നതെന്ന് പറയുന്നത്. പക്ഷേ വീഡിയോയിൽ കാണുന്നപ്പോൾ ഒരു ഇതുണ്ട് എന്നല്ലേ ഉള്ളൂ. നേരിട്ട് അത്രയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പക്ഷെ കണ്ണ് എനിക്ക് കുറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ലിപ് ബാം ഉണ്ട്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നാലും നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ സെറ്റായിട്ടിരിക്കും. അങ്ങനെ ലിപ് ബാം നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കുറച്ച് അധികം ഉണ്ടാവും. അത് മായ്ച്ചാളി നമ്മൾ അങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇതാക്കി. പിന്നെ നമ്മൾ കഴുത്തിനൊക്കെ കുറച്ച് പൗഡർ ഇട്ടെടുക്കും. കാരണം മുഖവും കഴുത്തും കൂടെ രണ്ട് കളറായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഡ്രസ്സിങ് ആണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. മീറ്റർ, അതായത് 5.5 മീറ്ററാണ് സ്കേർട്ടിന് എടുത്തിട്ടുള്ളത്. ടോപ്പിന് 1 മീറ്ററാണ് എടുത്തത്. അങ്ങനെ ബേക്കും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഗ്രീനും നമ്മളെ സെറ്റ് സാരീൻ്റെ ഇതും. ഇത്
പാവാട, അതായത് കുറച്ച് വയറൊക്കെ കാണിച്ചിട്ട് ഞാൻ, പക്ഷെ എനിക്ക് വയറൊക്കെ കാണിച്ചിട്ട് ഭയങ്കര മടിയാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ മുടിയുമിലേക്കാണ് എടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് സ്പ്രേൻ്റെ ഓർമ്മ വന്നത്. കാരണം ഓർമ്മ വരുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് നാറിപ്പൊഴുക്കും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ തലയിലും മുടിയിലും കാലിലും കൈക്കും അടിച്ചിട്ട് ഇന്ന് തന്നെ അത് തീർക്കുന്നുള്ള ഭാവത്തിന് അടിക്കുന്നുണ്ട്. അങ്ങനെ തലയിലും ചെവിയിലും മുടിയിലും ഒക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറ ഒന്ന് സെറ്റാക്കലാണ്. പിന്നെ ഞാൻ മുടി കെട്ടുന്നത് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ്. എൻ്റെ മുടീൻ്റെ കളറൊക്കെ ഞാൻ പിന്നെയും കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പം നല്ല പ്രാന്തിച്ച് കളറായിട്ടുണ്ട്. എങ്കിലും സാറില്ല, കളറല്ല, കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളും, അപ്പം സെറ്റ് ആയിക്കോളും. അങ്ങനെ ഇതാ മുടി ഞാൻ സൈഡിൽ നിന്ന് ആദ്യം ഫസ്റ്റ് ഒരു ഭാഗത്തു നിന്ന് കുറച്ചെടുക്കും, എന്നിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയാണ് മുടി കെട്ടുന്നത്. എങ്ങനെയൊക്കെയോ കെട്ടി അങ്ങോട്ട് എങ്ങനെയൊക്കെ ആയി. ഇത് കെട്ടാൻ നല്ല രസമാണ്, പക്ഷേ എങ്കിൽ സിമ്പിളുമാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല ഗൈസ്. ഞാൻ ആദ്യം വിചാരിക്കും കുറച്ച് മുടിയെടുത്ത് മുന്നോട്ടിടാന്ന്, പിന്നെ വിചാരിക്കും ആ മുടി വേണ്ടാന്ന്. അങ്ങനെ എൻ്റെ കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ഈ മുടി കെട്ടിയിട്ടൊന്ന് സെറ്റാക്കുന്നത്. അങ്ങനെ രണ്ട് ഭാഗം അങ്ങനെ എടുത്തിട്ടാണ് മുടി കെട്ടുന്നത് കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ട് കെട്ടും. പിന്നെ ഈ മുടി മേലെ നിന്ന് മടഞ്ഞിട്ടിട്ടൊക്കെ കെട്ടുന്നില്ല, അങ്ങനെയൊക്കെ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ കെട്ടുമ്പോൾ ഭയങ്കര കൈവേദന ആയിരിക്കും ഗൈസ്, കുറേ മുടിയുള്ളത് കാരണം. അതൊരാക്കി പറഞ്ഞതാണ്, എന്നാലും ഷാവത്തേ ഇല്ല, എനിക്ക് ഭയങ്കര കൈവേദന ആയിരിക്കും. അങ്ങനെ ഇത് ഒരു ഭാഗം ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ അവിടെ നമ്മൾ ടിക്കടിക്കണ്ടല്ലോ, അത് കുത്തി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കെട്ടണം ഗൈസ്. എത്ര ടൈം എടുത്തിട്ടെന്ന് അറിയാം ഇങ്ങനെ കെട്ടുന്നത്. എനിക്കെന്ത് ഇങ്ങനെ കെട്ടുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ ഇങ്ങനെ മുടി കെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റോണിൻ്റെ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തു. അപ്പം നമ്മൾ ഒരു 100% അല്ല 90% ലുക്കും കംപ്ലീറ്റ് ആയി. ഇനി ഈ വളയുടെ കാര്യം, ഈ വളയ്ക്ക് 3 വർഷത്തെ ആയുസുണ്ട്. എന്താണ് ആയുസല്ല, വയസ്സുണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് 3 വർഷം മുന്നേ എനിക്ക് ഒരാൾ ഗുരുവായൂരിൽ അങ്ങനെയായിട്ട് പോയിട്ട് വരുമ്പോൾ കൊണ്ടു തന്ന വളയായിരുന്നു. എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു വള ഇടേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ല. അന്നേരം എനിക്ക് ടൈറ്റ് ആയിരുന്നു, ഇപ്പോഴും എനിക്ക് അതേ അവസ്ഥയാണ്. ഞാൻ അന്നേരം ഉപയോഗിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ ടൈറ്റ്, അതുകൊണ്ട് പിന്നെ മെനക്കെട്ടില്ല. അപ്പം ഇത് ഞാൻ അപ്രതീക്ഷിതമായിട്ട് വാങ്ങിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്ന് കുപ്പി വളയൊക്കെ ഇട്ടിട്ട് പോകും. കുപ്പി വള കീലിങ്ങാണല്ലോ എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ വള ഞാൻ സഞ്ചിയൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും ഇട്ടേ ഞാൻ അടങ്ങുന്നുള്ളൊരു വാശിയിലാണ് കേട്ടോ. അങ്ങനെ വളയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ മരണക്കളി കളിച്ചിട്ട് കുറേ പൊട്ടിയൊക്കെ പോയി കേട്ടോ. എന്നാലും ഞാൻ ഒഴിവാക്കൂല എന്നുള്ള ഇതിൽ ധൈര്യത്തിലിട്ട്, സഞ്ചി ഇട്ടുകൊണ്ട് കൈക്ക് കുത്തി കയറില്ലല്ലോ. അങ്ങനെ വളയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സന്തോഷം, കിലുകിലാന്ന് കിലുങ്ങും കേട്ടോ ആ കുപ്പി വള. അതാണ് എനിക്ക് ഒരു ഇത്, നമ്മളെന്ത് കൈ അനങ്ങുമ്പോൾ കിലുങ്ങും. അങ്ങനെ ഇതാ ഞാൻ ഇന്നലെ വാങ്ങിയൊരു കമ്മലാണ്, ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുമുക്കിയൊക്കെ ഇടാൻ. പക്ഷെ എൻ്റെ മുഖം ഇപ്പോൾ ചെറുതായതുകൊണ്ട് ജുമുക്കിയൊന്നും ചേരുന്നില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നാലും ഞാൻ ഇടും. അങ്ങനെ ഇതാ എൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊന്നുമില്ല, ആടുന്ന ഇവിടുന്ന് കുറച്ച് മറ്റേ സാധനമൊക്കെ വലിച്ച് വാരി ഇടുക, അത്രേ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ലുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, ഇതാണ് മെയിനായിട്ട്. പിന്നെ കണ്ണാടി നോക്കിയാൽ നമുക്ക് മതിയാകത്തില്ലല്ലോ, എപ്പോഴും ഒരു ഇതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളൊരു പോക്കാണ് ഗൈസ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, തലയിൽ മുടിയൊക്കെ കെട്ടിയിട്ട് ഹെൽമെറ്റ് ഇടുമ്പോഴുള്ള അവസ്ഥ വെച്ചൊക്കെയാണ്. പിന്നെ ചന്ദനം കൂടി ആകാണ്ട് മലയാളി മങ്ക എന്നുള്ളൊരു ലുക്ക് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പം മലയാളി മങ്കയാകാൻ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പൊടിയാണ് ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പം മഞ്ഞപ്പൊടി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകൂല എന്നല്ല, പക്ഷെ ആ ഒരു മഞ്ഞ കളറ് അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ ആ മഞ്ഞപ്പൊടിയും കൂടെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ മലയാളി മങ്ക എന്നുള്ള ആ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ സെറ്റാക്കണം. പിന്നെ കഴുത്തിനും കൂടി തുറന്നു കേട്ടോ, കഴുത്തിന് തൊട്ടില്ലെങ്കിൽ എനിക്കൊരു ഇത് കിട്ടത്തില്ല. അങ്ങനെ ഇത് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അങ്ങനെ നേരെ പോകുന്നത് നമ്മളെ ഓഫീസിലെ ഓണപരിപാടിക്കാണ്. അവിടെ പോയിട്ട് ഞാൻ നല്ല പട്ടി ഷോ ഇറക്കുന്നുണ്ട്. ഞാനും നല്ല വരക്കുന്നത്, ആരോ വരച്ചതിൻ്റെ കൊണ്ടൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വരച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ഇതാ പൂവൊക്കെ ഇടുന്നുണ്ട്, വെറുതെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥത കേട്ടോ. അല്ലെങ്കിൽ ഇഷ്ടമാണ് എനിക്ക് പൂവൊക്കെ ഇടാൻ. അങ്ങനെ ഇത് നമ്മൾ പൂവൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതിലൂടെ കാരയ്ക്ക് ഇതിൽ കൂടിയൊക്കെ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കുഞ്ഞ് പൂവിടാമെന്നാണ് വിചാരിച്ചത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം വലിയ പൂവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരു ഓണം വൈബിലേക്കാണ്. ഇതാണ് നമ്മളെ പൂ നമ്മൾ ഇട്ടത്.
പിന്നെ ഇതാ ഫുഡിലേക്ക് കിടക്കാണ്, സദ്യയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും 10-16 ഐറ്റം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എണ്ണീട്ടില്ല ഞാൻ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ ഇട്ട് ഉപ്പേരി, അച്ചാർ, ഇഞ്ചിക്കറിയല്ല തീയലാന്ന് തോന്നുന്നു, പിന്നെ കൂട്ടുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുകറി എല്ലാ കറികളും ഒഴിക്കുന്നതിന് തൊട്ട് വെക്കുന്നുണ്ട്. പിന്നെ പച്ചടി ഉണ്ട്, വറവുണ്ട്, പയറ് വറവാണ് കേട്ടോ. പിന്നെ സാമ്പാർ, അവിയൽ, പിന്നെ ഓലൻ. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഓലൻ എന്ന് പറയുന്നത്. ഓലൻ ഉണ്ടായിരുന്നു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, പായസവും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങൾ തിരിച്ചു കൊണ്ടൊക്കെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.